ശക്തമായ മഴയിൽ കൈത്തോട്ടിൽ ജലപ്രവാഹം കൂടിയതോടെ യാത്രാമാർഗം പ്രതിസന്ധിയിലായി പീരിമേട് ഗ്രാമപഞ്ചായത്തിലെ ഗ്ലെൻമേരി മോണോപ്പാറയിലെ ഒരുപറ്റം കുടുംബങ്ങൾ. നിലവിൽ അപകടകരമായ സാഹചര്യത്തിലൂടെയാണ് ഇവർ ദിനംപ്രതി തോട് മുറിച്ച് കടന്ന് യാത്ര ചെയ്യുന്നത്. പീരിമേട് ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിൽ ഉൾപ്പെട്ട ഗ്ലെൻമേരി മോണോപ്പാറയിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് ഈ ഒറ്റയടി പാതയാണ് ഏക യാത്രാമാർഗം. പ്രദേശത്ത് 20ഓളം കുടുംബങ്ങൾ ഇതുവഴിയാണ് ദിനംപ്രതി അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നത്. ഈ പാതയ്ക്ക് കുറുകെയാണ് ചെറിയൊരു കൈത്തോടുള്ളത്. മഴക്കാലം ആരംഭിച്ചാൽ ഈ കൈത്തോട്ടിൽ ശക്തിയായ ജലപ്രവാഹമുണ്ടാകും. ഇതോടെ സാഹസികമായാണ് പ്രദേശത്തെ കുടുംബങ്ങൾ തോട് മുറിച്ച് കടക്കുന്നത്. സ്കൂൾ കുട്ടികൾ അടക്കം ഇതുവഴിയാണ് കടന്നു പോകുന്നത്. അപകട ഭീഷണി മുന്നിൽ കണ്ടാണ് ഇവരുടെ സഞ്ചാരം. ഈ പാലം വന്നിട്ട് വർഷത്തോളം ഞങ്ങൾ ഇതിൽ നടക്കുന്ന വഴിയാണ്. ഈ വഴി ഇവിടെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ തന്നെ 8 കുടുംബമുണ്ട്. ഈ സൈഡിൽ ഇല്ല ആ 8 കുടുംബമുണ്ട്. അത് 8 ആകുമ്പോഴത്തേക്ക് 10-20 പേരോളം ഉണ്ട് 8 കുടുംബം. കഴിഞ്ഞ ദിവസം പ്രദേശവാസി ഈ തോട് മുറിച്ചു കിടക്കുന്നതിനിടയിൽ തെന്നി വീണ അപകടം സംഭവിച്ചിരുന്നു. പ്രദേശവാസികൾ പീരിമേട് ഗ്രാമപഞ്ചായത്ത് അധികൃതരോടക്കം നാളുകളായി ഈ തോടിന് കുറുകെ ചെറിയൊരു പാലം നിർമ്മിച്ചു നൽകണമെന്ന ആവശ്യം ഉയർത്തുന്നതാണ്. നിരവധി നിവേദനങ്ങളും പരാതികളും അടക്കം നൽകിയിട്ടുമുണ്ട്. എന്നാൽ വിഷയത്തിൽ നടപടി ഉണ്ടായില്ലെന്നാണ് ഇവർ പറയുന്നത്. മഴ വന്നാൽ ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. ഒരു പണി ചെയ്യാനായിട്ട് ഇറങ്ങി വരാൻ വേണ്ടി ആ വെള്ളത്തിനൊക്കെ ചെറുപ്പം സ്കൂളിൽ പോകാൻ പറ്റിയല്ല. എന്ത് ബുദ്ധിമുട്ടായി മഴയത്തൊക്കെ. മിനിഞ്ഞാന്ന് രാജേഷ് വീണു, ഹെൽമെറ്റ് പൊട്ടി, കയ്യും പൊട്ടിപ്പോയി. പ്രായമായവരും രോഗികളുമടക്കം ഇവിടെയുണ്ട്. ഇവരെല്ലാം അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒരു ആശുപത്രി പോകണമെങ്കിൽ പോലും ഇപ്പോൾ വളരെ പ്രയാസം നേരിടുന്നുണ്ട്. നിലവിൽ ഇവിടുത്തുകാർക്ക് പുറംലോകത്തെത്തണമെങ്കിൽ മറ്റൊരു വഴിയുണ്ട്. ഇതിലൂടെ സഞ്ചരിച്ചാൽ കിലോമീറ്ററുകൾ താണ്ടണം. ഇത് വളരെ പ്രയാസകരവുമാണ്. വർഷങ്ങളായി തങ്ങൾ അനുഭവിക്കുന്ന ഈ ദുരിതത്തിന് ബന്ധപ്പെട്ടവരുടെ നേതൃത്വത്തിൽ ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തി തരണമെന്ന ആവശ്യമാണ് ഇവിടുത്തെ കുടുംബങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, പീരിമേട്.